ഇപ്പോൾ കുറേ പേർക്ക് പെൻഷൻ കൊടുത്തു. പെൻഷൻ കൊടുക്കുന്നത് മാത്രമല്ല വികസനം. പെൻഷന് 3 മാസമായിട്ട് പെൻഡിങ് അല്ല, പെൻഡിങ് അല്ലേ, കൊടുത്തു തന്നെ വയ്ക്കുക. അതെന്താ പാരന്റിങ് അല്ലേ? ഒന്നാം പിണറായി സർക്കാരിനേക്കാൾ വളരെ മോശമാണ് രണ്ടാം പിണറായി സർക്കാർ. ഈ ആരോഗ്യമന്ത്രി ഞാൻ റിപ്പോർട്ട് തേടുന്നുണ്ട് എന്ന് കഴിഞ്ഞ 4 വർഷമായിട്ട് പറഞ്ഞ വിഷയങ്ങൾ എടുക്കാൻ പറ്റും. ഒരു റിപ്പോർട്ടും കൊടുത്തിട്ടില്ല. ഏതെങ്കിലും റിപ്പോർട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ട്? ഞാൻ കണക്കാക്കുന്നില്ല ഇവിടുത്തെ ബിഷപ്പ്മാർക്ക് കർഷകരോട് അത്ര വലിയ താല്പര്യമുണ്ട്. ഒരാളെ കൂട്ടാനുള്ള ഒരു വഴി അഭിനയം. നമ്മുടെ പിണറായി സർക്കാരിന്റെ 4ാം വാർഷികാഘോഷം നടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ 9ാം വാർഷികാഘോഷമാണ്. എങ്ങനെ നോക്കിക്കാണുന്നു? ഞാൻ ഒരു ഗവൺമെന്റിനെ എങ്ങനെ നമ്മൾ വിലയിരുത്തണം എന്നുള്ളതിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് പലർക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ വികസനം, ഞാൻ വികസനത്തെ കാണുന്നത് ഗാന്ധിയുടെ രൂപത്തിലാണ്. ഞാൻ ഗാന്ധിയനല്ല, ഗാന്ധി കണ്ട ഒരു വാചകം, നിങ്ങളുടെ കൺമുൻപിൽ കാണാവുന്ന ഏറ്റവും ദരിദ്രനായ മനുഷ്യന് അതുകൊണ്ട് ഗുണമുണ്ടോ ദോഷമുണ്ടോ എന്നാണ്. കമ്മ്യൂണിസ്റ്റുകാരനും അത് തന്നെയാണ് ബാധകമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ അർത്ഥത്തിൽ നോക്കിയാൽ പിണറായി മുന്നോട്ട് വയ്ക്കുന്ന ഒരു വികസനവും, ഇപ്പോൾ കുറേ പേർക്ക് പെൻഷൻ കൊടുത്തു. പെൻഷൻ കൊടുക്കുന്നത് മാത്രമല്ല വികസനം. പെൻഷന് 3 മാസമായിട്ട് പെൻഡിങ്. അല്ല, പെൻഡിങ് അല്ലേ, കൊടുത്തു തന്നെ വയ്ക്കുക. അതെന്താ പാരന്റിങ് അല്ലേ? നിങ്ങൾ അതിപ്പോ UP-യിലും ചെയ്യും. നാളെ മോഡി എന്താ 2000 രൂപ വെച്ച് സീനിയർ സിറ്റിസണിന് കൊടുക്കുന്ന ഒരു കാര്യമാണ്. അത് കാരണം അവര് നാടിന് വേണ്ടി ചെയ്തിട്ടുള്ള സേവനങ്ങളുണ്ട്, അടച്ചിട്ടുള്ള നികുതിയുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ ആശാ വർക്കേഴ്സിന്റെ പെൻഷനുള്ളൂ ആദ്യം കണക്കാക്കും. ഞാൻ പറഞ്ഞേ അവരുന്നയിക്കുന്ന ഒരു വിഷയം ഒരു ആവശ്യമാണ്. ഇതിലൊരു പ്രശ്നം എന്താ വെച്ചാൽ ആശാ വർക്കേഴ്സ്, അംഗൻവാടി വർക്കേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, പാചക തൊഴിലാളികൾ, അങ്ങനെ ഒരു ഗതിയും പരവതിയില്ലാത്തവർ. അപ്പൊ ഈ ഒരു വിഷയത്തിൽ ഗവൺമെന്റ് എങ്ങനെയാണ്? ഒരു കാര്യം ഉറപ്പാണ്, ഒന്നാം പിണറായി സർക്കാരിനേക്കാൾ വളരെ മോശമാണ് രണ്ടാം പിണറായി സർക്കാർ എന്ന് ഇഫക്റ്റീവ്ലി. പ്രത്യേകിച്ചും ചില വകുപ്പുകൾ, ആരോഗ്യ വകുപ്പ് നാശഘോഷമായി കിടക്കുക. കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് ഏറ്റവും നന്നായി പെർഫോം ചെയ്തെന്ന് പറഞ്ഞൊരു വകുപ്പാണ്. കറക്റ്റ്. ഇന്ന് ആരോഗ്യ വകുപ്പിന്റെ നേട്ടത്തിൽ നിങ്ങൾക്ക് പോകാൻ കഴിയും. എത്ര പ്രശ്നങ്ങളിൽ ഞാൻ കഴിഞ്ഞ ദിവസം ചാനലിൽ ചോദിച്ചു, നിങ്ങൾ നിങ്ങളുടെ ചാനലിൽ ഈ ആരോഗ്യമന്ത്രി ഞാൻ റിപ്പോർട്ട് തേടുന്നുണ്ട് എന്ന് കഴിഞ്ഞ 4 വർഷമായിട്ട് പറഞ്ഞ വിഷയങ്ങൾ എടുക്കാൻ പറ്റും. ഒരു റിപ്പോർട്ടും കൊടുത്തിട്ടില്ല. ഏതെങ്കിലും റിപ്പോർട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കർശനമായി നേരിടും, കർശനമായി കാണുന്നു, റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. എന്നാ റിപ്പോർട്ട് എവിടെ? വയറ്റിൽ കത്രികയിട്ട് പൂട്ടിയ ഹർഷീന മുതൽ ഇവിടെ ചികിത്സാ പിഴവിൽ കൊല്ലപ്പെട്ട 100 കണക്കിന് ആളുകൾ. ഞാൻ അവരൊരു ചെറിയ സംഘടനയുണ്ട്, അതിൻ്റെ സഹായിക്കുന്ന ഒരാളാണ്. വലിയ കഷ്ടം. ചികിത്സാ പിഴവിൻ്റെ ഈ ഒരു കളിയാണ്. നാളെ കണ്ടില്ലേ, ഒരു കുട്ടിയുടെ 9 പേരിൽ മുറിച്ചു റിപ്പോർട്ട് തേടിയിട്ട് എന്താ കാര്യം? ആ കുട്ടി സോഫ്റ്റ്വെയറാ, ജീവിതം തന്നെ പോയി. വിരലില്ലാതെ കുട്ടി എന്ത് സോഫ്റ്റ്വെയർ? ജീവിതം തന്നെ പോയി. കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരു കുട്ടിക്ക് വിരലില്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? അപ്പം ഈ ഒരു ചോദ്യം, അതുകൊണ്ട് അതുപോലെ ആരോഗ്യം, വനം, കർഷകരുടെ വലിയ പ്രശ്നങ്ങൾ, ആഭ്യന്തരം, പോലീസിന് ആരാ നയിക്കണമെന്ന് ആർക്കറിയാം? ഈ കേരളത്തിൽ ഇപ്പൊ കർഷകരുടെ പ്രശ്നം ഏറ്റെടുക്കേണ്ട ഒരു രാഷ്ട്രീയ പാർട്ടി ഉള്ളതായിട്ട് തോന്നുന്നുണ്ടോ? കേരള കോൺഗ്രസ് ഒക്കെ ഉണ്ടായിരുന്നു. അല്ല, യഥാർത്ഥത്തിൽ കർഷകരുടെ ഈ നേരത്തെ ദളിതരുടെ കാര്യം പറഞ്ഞ പോലെ കർഷകരുടെ പ്രശ്നങ്ങൾ സമാനമല്ല. കർഷകർക്ക് ഒന്നിച്ച് നിൽക്കാൻ പറ്റില്ല. അതിന് കാരണം അവരൊരു വർഗം എന്ന രൂപത്തിൽ ഏതെങ്കിലും തന്നെ ഐക്യമില്ല. പിന്നെ കർഷകരുടെ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് മതങ്ങളാണ് വരുന്നത്. ഇപ്പൊ ക്രിസ്ത്യൻ മതം, ഞാൻ കണക്കാക്കുന്നില്ല ഇവിടുത്തെ ബിഷപ്പ്മാർക്ക് കർഷകരോട് അത്ര വലിയ താല്പര്യമുണ്ട്. ഒരാളെ കൂട്ടാനുള്ള ഒരു വഴി അഭിനയം അല്ലാതെ ഒന്നുമില്ല. ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട്. ഈ ബിഷപ്പ്മാർ ചില ചർച്ച നടത്തി, ജാഥ നടത്തി എന്നല്ലാതെ ഇത്രയും കാലമായിട്ട് മനുഷ്യ വന്യമൃഗ സംഘർഷത്തിന്, അവർക്ക് ഇന്റർനാഷണൽ ബന്ധങ്ങളുള്ള ആളുകളല്ലേ. തീർച്ചയായിട്ടും. മനുഷ്യ വന്യമൃഗ സംഘർഷത്തിന് ഇന്നതാണ് യഥാർത്ഥ പരിഹാരം, സർക്കാർ ഇത് ചെയ്യണം എന്ന് പറഞ്ഞ് ഒരു നിർദ്ദേശം കൊടുക്കാൻ പറ്റിയിട്ടില്ലല്ലോ സഭയ്ക്ക്. അവർക്ക് ഇത്രയും സയന്റിസ്റ്റുകളില്ലേ? കേരളത്തിലെ അധികാരങ്ങളിൽ മുഴുവൻ അവരായിരിക്കണം. കേന്ദ്രത്തിൽ അധികാരത്തിലുണ്ട്, അമേരിക്കയിൽ വരെ ഉണ്ട്. അപ്പൊ അവർക്ക് ഞാൻ പറഞ്ഞത്, ഈ ബിഷപ്പ് 10 എക്സ്പെർട്സിനെ വിളിച്ചു കൂട്ടിയിട്ട്, കർദിനാൾ നമുക്കിതിന് പരിഹാരം കാണണം, കർഷകരോട് ഞങ്ങൾ ചെയ്തു. നാഷണൽ അലയൻസ് ഓഫ് പീപ്പിൾസ് മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ചെറിയൊരു പ്രസ്ഥാനം, മേധാ പട്കർ നയിക്കുന്ന മൂവ്മെന്റാണ്. കുറച്ച് ആളുകളേ ഉള്ളൂ. ഞങ്ങൾ കേരളത്തിലെ 13 ജില്ലകളിൽ ആലപ്പുഴ ഒഴിച്ച് സർവേ നടത്തി ഞങ്ങളൊരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് സർക്കാർ. ഞാൻ പറഞ്ഞത്, അപ്പൊ കർഷകരുടെ ഇപ്പൊ ഒരു ബിഷപ്പ് കൊണ്ട് പറഞ്ഞില്ല 300 രൂപ റബ്ബറിന് വെച്ചാൽ നിങ്ങൾക്ക് വോട്ട് ചെയ്യാം, BJP വോട്ട് ചെയ്യാം, അത്രേ ഉള്ളൂ. ഒരു
ഞാൻ ചോദിക്കുന്നത് ഈ മലയോര കർഷകരുടെ പ്രശ്നം, അതായത് വന്യമൃഗ ശല്യമാണ് അവർ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം. അത് പരിഹരിക്കാനായിട്ട് എന്തെങ്കിലും ഒരു നിർദ്ദേശം വയ്ക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും ഉണ്ട്. വന്യമൃഗ ശല്യം എന്ന് പറയുന്നത് അവിടെ വന്യമൃഗ ശല്യം മാത്രമല്ല കർഷകർ നേരിടുന്നത്. കർഷകർ നിരവധി പ്രതിസന്ധി നേരിടുന്നത്. അവരുണ്ടാക്കുന്ന ഉൽപ്പന്നത്തിന് വിലയില്ല. കാലാവസ്ഥാ മാറ്റം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഇവരെയാണ്. ഉരുൾപൊട്ടലോ അതിവർഷമോ പ്രളയം ഉണ്ടായാൽ അവരെയാണ് ബാധിക്കുന്നത്. ഇതിനൊന്നിനും ഇവർക്ക് ഒരു സപ്പോർട്ടും നാട്ടിയുന്നില്ല, ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നില്ല. ഇവർ സ്വന്തം കയ്യിൽ നിന്ന് പൈസ മുടക്കി കൃഷി ചെയ്ത് അത് എടുക്കാൻ ആളില്ല. ഇപ്പൊ നെല്ല്, കുട്ടനാട്ടിലൊക്കെ നെല്ലിന്റെ ഒരു മഴ കൊണ്ട് പെയ്താൽ അവർ ഉള്ളു കത്തും, പാടത്ത് കൂട്ടി കിടക്കുക. നേരെ മറിച്ച് കൃഷി ഓഫീസിലെ ഉദ്യോഗസ്ഥൻ 31-ാം തീയതി വൈകുന്നേരത്തിന് മുമ്പ് ശമ്പളം കിട്ടിയില്ലെങ്കിൽ പിറ്റേ ദിവസം വരില്ല, സമരമായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ കൃഷി വകുപ്പിന്റെ പൈസ ആർക്കാ പോണേ? എപ്പോഴെങ്കിലും ഇവാലുവേഷൻ നടത്തിയിട്ടുണ്ട്. കൃഷി വകുപ്പ് കൊടുക്കുന്ന ചെലവാക്കുന്ന പൈസ വിവിധ ഓഫീസുകളിലൊക്കെ അടക്കം കർഷകന് എത്ര കിട്ടുന്നു? ഒരു സ്റ്റഡി നമ്മൾ നടത്തിയിട്ടുണ്ട് ഇല്ലല്ലോ. അത്രേ ഉള്ളൂ. അപ്പോൾ ഇവര് പരിഹരിക്കാനുള്ള മാർഗം എന്ന് പറഞ്ഞാൽ ലോങ് ടൈം ഉണ്ട്, ഷോർട്ട് ടൈം ഉണ്ട്. ഷോർട്ട് ടൈം എന്ന് പറഞ്ഞാൽ തീർച്ചയായും ഈ പറഞ്ഞതുപോലെ മതിൽ കെട്ടലും മറ്റേ വൈദ്യുത വേലിയും മറ്റു കുറേ മാർഗങ്ങളുണ്ട്, ട്രഡീഷണലായ മാർഗങ്ങളുണ്ട്. പക്ഷേ ദീർഘകാല പരിഹാരം ഇതൊന്നുമല്ല. കേരളത്തിലെ ഫോറസ്റ്റ് വകുപ്പ് അഴിച്ചു പണിയാണ്. അവരുടെ നിലപാടിൽ മാറ്റം വരണം. കാരണം ഇന്ന് കേരളത്തിൽ വനം എന്ന് പറയുന്നത് ശരിക്കും ഒരു 6% ഉള്ളൂ. ബാക്കിയൊക്കെ എസ്റ്റേറ്റും ഡിപ്ലീറ്റഡ് ഫോറസ്റ്റുമാണ്. ഈ ഡിപ്ലീറ്റഡ് നശിച്ചു പോയ വനം എസ്റ്റേറ്റുകളാണ് വന്യമൃഗങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അവർക്ക് മനുഷ്യനെ കാണാൻ ഇഷ്ടമല്ല. പൊതുവെ വന്യമൃഗങ്ങൾക്ക് മനുഷ്യനെ കാണുന്ന ഇഷ്ടമല്ല, നമ്മളെ കണ്ട ഓടിപ്പോവുള്ളൂ. ഈ വന്യമൃഗങ്ങൾക്ക് ആവശ്യമുള്ള ഭക്ഷണം അതിനകത്ത് ഭക്ഷണമില്ല, വെള്ളമില്ല. ഈ ആനയൊക്കെ പുറത്തേക്ക് ഇറങ്ങാൻ പ്രധാനപ്പെട്ട കാരണം വെള്ളമില്ല. പിന്നെ ആനത്താരം നമ്മൾ അടച്ചു ചിലത്, പിന്നെ ആനയുടെ താരയിൽ ടൂറിസം. അപ്പൊ അവർക്ക് തോന്നിയ വഴി പോവും. പിന്നെ അവർക്ക് അവിടെ കിട്ടുന്നേക്കാൾ റബ്ബർ എസ്റ്റേറ്റിലോ എണ്ണപ്പന എസ്റ്റേറ്റിലോ കിട്ടുന്നതിനേക്കാൾ നല്ല ഭക്ഷണം കർഷകൻ പാവം ഇവിടെ ചക്കയും മാങ്ങയും പ്ലാവും കപ്പയൊക്കെ ആയിട്ടുണ്ട്.